ഞാൻ എൻ്റെ രാജ്യത്തിനൊപ്പമാണ് എന്ന അഭിമാനത്തോടെ ശശി തരൂർ പറയുന്നത് പോലെ പറയാൻ ഈ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നെങ്കിൽ ഈ സംഘത്തെ നയിക്കുന്നതിനായി രാഹുൽ ഗാന്ധിയുടെ പേര് ഈ 4 പേരുടെ പട്ടികയിൽ 1-ാം നമ്പറായി വെക്കാമായിരുന്നല്ലോ. അടൽ ബിഹാരി വാജ്പേയി പോയതെങ്ങനെയാണ്? അദ്ദേഹവും പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ എന്ന്? പ്രതിപക്ഷ നേതാവായിരുന്ന അടൽ ബിഹാരി വാജ്പേയി നരസിംഹറാവുവിന്റെ ക്ഷണം സ്വീകരിച്ച് അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ രാഹുൽ ഗാന്ധിക്കും പോകാം. അത് പൂർണ്ണ സന്തോഷത്തോടു കൂടി കോൺഗ്രസ് അയക്കണമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പേര് 1-ാമതായി വെക്കാമായിരുന്നു. അത് വെച്ചിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണ്? രാഹുൽ ഗാന്ധിക്ക് സ്വന്തം രാജ്യത്തെ ഓൺ ചെയ്ത് ശശി തരൂർ പറയുന്നത് പോലെ സ്ട്രോങ് ആയി സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെ കയ്യിലുള്ള വോട്ട് പോവുകയും അരുത്. അതായത് 2 രീതിയിലുള്ള വോട്ടുകളാണല്ലോ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ മൃദു ഹിന്ദുത്വ പറഞ്ഞ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മുസ്ലിം പ്രീണനം പറഞ്ഞ് ഒരു ഭാഗത്ത്, ആ രീതിയിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യിലുള്ള ഏത് വോട്ടാണ് പോവുക എന്നുള്ളൊരു ആശയക്കുഴപ്പമാണ്. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിലൊന്നുമല്ല നിൽക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു വലിയ വെല്ലുവിളിയെ നേരിട്ട് വിജയിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് എന്ന് ലോകത്തോട് പറയാനായി ഒരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആ ടീമിലേക്ക് കൊടുത്ത പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരില്ല. അത് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പാളിച്ചയാണെന്ന് ഞാൻ പറയും.